നമുക്ക് കഴിക്കാനായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റേഷൻ്റെ ചോറാണ്. റേഷൻ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് റേഷൻ ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിഴങ്ങ് കറിയുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കിഴങ്ങ് കറിയാണിത്. അപ്പോൾ ഈ കിഴങ്ങ് കറി കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ട്. ഇത് രാവിലത്തെ പഴങ്കഞ്ഞിയോടൊപ്പം കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് തോരൻ വെച്ചാൽ നമ്മുടെ ക്യാബേജിൻ്റെ തോരനാണ്. അതിൻ്റെ കൂടി കുറച്ച് മുരിങ്ങയിലിട്ട് വെച്ച തോരനാണ്. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കറികളിലും കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർത്താൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാം. പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. ഇതെന്തിൻ്റെ അച്ചാറെന്നറിയാമോ? ഇതാണ് നമ്മുടെ റംബൂട്ടാൻ്റെ അച്ചാർ. കണ്ടോ, റംബൂട്ടാൻ്റെ അച്ചാറാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ റംബൂട്ടാൻ്റെ കായ പറിച്ച് ഉണ്ടാക്കിയ അച്ചാറാണ്. പിന്നെ കുറച്ച് നെത്തോലി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വയ്ക്കാം. നമ്മുടെ കുറച്ച് നെത്തോലിൻ്റെ ഫ്രൈ. പിന്നെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻ കറിയാണ് കേട്ടോ. നെത്തോലിൻ്റെ തന്നെ വാങ്ങിച്ചിട്ടുള്ള മീൻ കറിയാണ്. നമുക്കിവിടെ ഫ്രഷായിട്ടുള്ള മീനൊക്കെ കിട്ടും, കടലോരമായതുകൊണ്ട്. അപ്പോൾ ഈ മീൻ ഇട്ട് വെച്ചിട്ടുള്ള കറിയാണെന്ന് കേട്ടോ. അപ്പോൾ നെത്തോലിൻ്റെ കറി ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ ഇന്ന് ഇതാണ് നമുക്ക് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു.